ഈ കൊച്ചിയിലെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ലൊക്കേഷൻ ഏതാ? ഡിമാൻഡിങ് ആയിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഡിപ്പെൻസ് ഓൺ ദ ടൈമിംഗ്. ടൈമിംഗ് ആണ് ഒരേ ടൈമിംഗ്. നമുക്ക് ഇപ്പോൾ ഓഫീസിലേക്ക് പോകുന്ന ടൈമിംഗ് ഉണ്ടെങ്കിൽ ഈ 10 മണി വരെ ഏകദേശം ട്രിപ്പുകൾ വരുന്ന സമയമാണ്. 10 മണി കഴിഞ്ഞ് പിന്നെ ട്രിപ്പുകൾ പയ്യെ പയ്യെ കുറയാൻ തുടങ്ങും. ഒരു ഉച്ച ടൈം 12 മണി തൊട്ട് ഒരു 3 മണി വരെ ഏതെങ്കിലും മരത്തണൽ നോക്കുക, കിടന്നുറങ്ങുക, റെസ്റ്റിംഗ് ടൈമാണ്. ആണോ? കൂടാതെ പർട്ടിക്കുലർ ലൊക്കേഷനാണ് ഈ കാക്കനാട് ഇൻഫ്രോ പാർക്ക് ഏരിയ. ബിറ്റ്വീൻ 4 to 7 അതാണ് പീക്ക് ടൈം. ആ ടൈം പർട്ടിക്കുലർ അതിന്റെ ഇടയിൽ ഒരു ട്രിപ്പ് എടുത്ത് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% കിട്ടും. ട്രിപ്പ് 100% കിട്ടും. 12 ഒരു 5 മണി വരെ ട്രിപ്പുകൾ ശോകമായിരിക്കും. 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിപ്പുകൾ. രാത്രിയാണെങ്കിൽ രാത്രി അല്ല ഒരു 10 മണി വരെയൊക്കെ കാക്കനാട് ഏരിയ എന്നൊക്കെ ട്രിപ്പ് ഉണ്ടാവും. പക്ഷെ കാക്കനാട് ഏരിയയിലെ ഉണ്ടാവും വണ്ടികൾ കുറവായിരിക്കും, അവിടെ ബ്ലോക്ക് കൂടും. ഇനി ഏറ്റവും മോശമുള്ള ട്രിപ്പ് ഏരിയ ആൽവേ സൈഡാണ്. ആൽവേ, പെരുമ്പാവൂർ സാധനം ട്രിപ്പ് കിട്ടൂല. പറൂർ, നോർത്ത് പറൂർ ആ സൈഡ് പോയാൽ തീരെ പോകാൻ ഇഷ്ടമല്ലാത്ത ഏരിയ ഏതൊക്കെയാണ്? നോർത്ത് പറൂർ, ആൽവേ, വൈപ്പിൻ ആ ഒരു സൈഡ് വൈപ്പിൻ ആണല്ലേ? തിരിച്ചു വരാൻ കിട്ടില്ല അല്ലേ? ഇതായിരിക്കും. പിന്നെ തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് കയ്യിൽ നിന്ന് ഒരു 50 രൂപ കൊടുത്ത് റോറോ സർവീസ്, അതായത് ജങ്കാർ കയറി ഫോർട്ട് കൊച്ചി വന്ന് ഏതെങ്കിലും മരത്തണലിൽ കിടക്കും. ഹോട്ടലിൽ നിന്ന് കയറ്റിയാണ് ടീമുകളുണ്ടാവും. അവിടെ നിന്ന് ചിലപ്പോൾ ആലപ്പി അങ്ങനെയൊക്കെ കിട്ടി അങ്ങനെ കറങ്ങി പോവും. അങ്ങനെയാണ് ചെയ്യാറ്. കയ്യിൽ നിന്ന് കുറച്ച് പൊട്ടാറുണ്ട് സത്യത്തിൽ. ഇതൊരു നാക്കാണ്. ആദ്യം വണ്ടി എടുത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോ ഞാൻ ദൈവം ഇത് എവിടെ പോയി കിടന്നല്ല ട്രിപ്പ് കിട്ടുന്നത്, ഇത് അറിയില്ലല്ലോ. ജസ്റ്റ് ഓണാക്കിയിട്ട് കറങ്ങി, പിന്നെയും കറങ്ങി, പിന്നെയും കറങ്ങി 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 രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കറങ്ങി. ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ഞാൻ തിരക്ക് കണ്ടിട്ടുള്ളത് തായ്ലൻഡില്ല, ബാങ്കോക്കിലൊക്കെ. നമ്മളൊരു വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്നതിന് 2-3 കിലോമീറ്റർ മുമ്പ് തന്നെ അവൻ അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ടാവും. മിനിമം ഒരു 10 മിനിറ്റ് മുമ്പെങ്കിൽ അവൻ അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ടാവും. ഞാൻ എത്ര അടുത്ത് അങ്ങനെ കണ്ടിട്ടുണ്ടോ? അവനിങ്ങനെ നോക്കും. ഗ്രാബിൽ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കി നോക്കി ഏത് എടുക്കണേ ഓപ്ഷൻസാ. അത്രയും വണ്ടികളും ഉണ്ട്, ബൈക്കുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു ഇത് വന്നേക്കുന്നത് ക്രിസ്മസ് ടൈമിലാണ്. ഇങ്ങനെ നോക്കി ഇവന് തെരഞ്ഞെടുക്കാം ഏത് തെരഞ്ഞെടുക്കണം എന്നുള്ള ഓപ്ഷൻ. നമ്മള് ശരിക്കും പറഞ്ഞ ബിഫോർ ട്രിപ്പ് എൻഡിങ് ട്രിപ്പ് ആണല്ലേ, ഒരു ലോട്ടറി പോലെയാണ് ഞങ്ങളേക്ക്. ഈ ബാങ്കോക്ക് എയർപോർട്ടിൽ പോയിട്ട് നമ്മൾ അവിടെ ഈ ഗ്രാബിന്റെ ഒരു സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. കൊച്ചിയിൽ ഇല്ലല്ലോ, ഊബർ സോൺ ഇല്ലല്ലോ. ബാംഗ്ലൂരൊക്കെ ഉണ്ട്, ബാംഗ്ലൂർ, മുംബൈ, എല്ലായിടത്തും ഉണ്ട്. കൊച്ചിയിൽ ആ പരിപാടി ചെയ്തിട്ടില്ല. ബാങ്കോക്കിൽ, തായ്ലൻഡിൽ ബാങ്കോക്ക് എയർപോർട്ടിൽ പുറത്തിറങ്ങി വന്നാൽ ഗ്രാബിൻ്റെ ഒരു ഏരിയ ഉണ്ട്. ഈ ഊബർ സോൺ പോലെ തന്നെ ഗ്രാബിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അവിടെ പീക്ക് ടൈമിലൊക്കെ നമ്മൾ എയർപോർട്ടിൽ പോയി ഇറങ്ങി കഴിഞ്ഞാൽ മിനിമം ഒരു 20-25 മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഒരു ടാക്സി കിട്ടണമെങ്കിൽ. 20-20 കാരണം നമ്മളവിടെ നിൽക്കുമ്പോൾ ഒരു ആൾക്കാർ അതേപോലെ നിൽക്കുക. വണ്ടി ഇങ്ങനെ വരുന്നു പോകുന്നു. അവിടെ വണ്ടിയിൽ സാധനം എടുത്ത് വെക്കാൻ അവിടെ ഗ്രാബിൻ്റെ സ്റ്റാഫുണ്ട്. അവർ വണ്ടിയിൽ സാധനം എടുത്ത് വെച്ച് തരും. അത് അറ്റ് എ ടൈം ഒരു മിനിമം 20-30 വണ്ടി അവിടെ നിന്ന് പോകുന്നുണ്ടാവും, വരികയും പോവുകയും ചെയ്യുന്നുണ്ടാവും. നമുക്ക് 14 hours ഓടാനുള്ള ഓപ്ഷൻ ഉണ്ട് ഊബറിൽ, 14 മണിക്കൂർ. അതിൽ ഒരാൾക്ക് 14 മണിക്കൂർ വരെ മാക്സിമം ഓടാൻ പറ്റുള്ളൂ. ഓടാം. ഒരു ദിവസം അത്ര മണിക്കൂർ ഓടാൻ പറ്റുള്ളൂ. 6 hours അല്ലേ റെസ്റ്റ് വരുന്നത്? 6 hours റെസ്റ്റ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഉറങ്ങണം. 14 മണിക്കൂറാണ് നമുക്ക് ഊബറിൽ ഓടാനുള്ള ഒരു ടൈം തന്നേക്കുന്നത്. കാരണം 6 മണിക്കൂർ റെസ്റ്റ് വേണമെന്നാണ് ഒരു ഡ്രൈവർക്ക്. അല്ലെങ്കിൽ ഇപ്പം ഈ 14 മണിക്കൂർ ടൈമിലായിരിക്കും ചിലപ്പോൾ ഒരു 3-6 ട്രിപ്പ് അടിക്കണത്. അത് പുള്ളി അപ്പം അത്രയും അവശനായിട്ടിരിക്കണായിരിക്കും, ഉറക്കം തൂങ്ങിയിരിക്കണായിരിക്കും. കസ്റ്റമർക്ക് റിസ്ക് ആണത്. അതുകൊണ്ട് 14 മണിക്കൂർ ഓടാനുള്ള ചാൻസ് ഊബർ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണ്, ലിമിറ്റ് ഉണ്ട്, ടൈം ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ 12ാമത്തെ മണിക്കൂറിലാണ് നിങ്ങൾക്ക് ഒരു 3-4 ട്രിപ്പ് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വരില്ലായിരിക്കും. ഊബർ ചിലപ്പോൾ നിങ്ങളത് കാണിക്കില്ലായിരിക്കും.